ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെ കുറച്ച് ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാണ്. ഇത് പിന്നെ സ്റ്റെയർ കേസിൻ്റെ അവിടെയുള്ളൊരു ഓപ്പൺ ഷെൽഫാണ് കേട്ടോ. അവിടെ ഞാൻ മൊത്തമായിട്ട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തു. ഇതൊക്കെ ഞാൻ വെള്ളത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പ്ലാന്റ്സ് എവിടെയൊക്കെ വെക്കാൻ പറ്റുമൊക്കെ വെക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ നോക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാണാൻ നല്ല രസമല്ലേ. ഇനിയിപ്പോൾ എത്ര ഇൻറ്റീരിയർ ചെയ്തിട്ടില്ലെങ്കിലും പ്ലാന്റ്സുകളൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വീട് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ കിച്ചണിൽ ഈ ഒരു ക്രോക്കറിയൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിൽ പൊടിയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ച് കൊടുക്കണം. ഇപ്പോൾ വേനലും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ആയ കാരണം പൊടി പെട്ടെന്ന് തന്നെ വരും. നമ്മൾ കുറേ ദിവസമൊന്നും കഴുകാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണം. നല്ല പൊടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയും കൂടിയും ഒന്ന് പൊടി തുടച്ചെടുക്കണം. അതുപോലെ തന്നെ അതിനുള്ള ക്രോക്കറിയും കാര്യങ്ങളും അതൊക്കെ ഒന്ന് തുടച്ചിട്ട് വെക്കണം. അങ്ങനെ അതും നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള കറിയും ഉപ്പേരിയും അതൊക്കെ അയക്കണം. ഇനിയിപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മസാല തേച്ച് വെക്കുകയാണ്. പിന്നെ ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടാണ് അത് ഫ്രൈ ചെയ്യുള്ളൂ. പിന്നെ ഇന്ന് സിങ്ക് നല്ലോണം ക്ലോറക്സ് ഒക്കെ വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്തു കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ ചെയ്യും. അപ്പോൾ സിങ്കൊക്കെ നല്ല വെട്ടിത്തിളങ്ങും. ഇനിയിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്ട്.
പിന്നെ ഈ ഒരു സിങ്കിൻ്റെ അവിടെ വെക്കുന്ന ഈ ഒരു ഹോൾഡർ ഉണ്ടല്ലോ, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാണാനും നല്ല ക്യൂട്ടാണ്. നമുക്ക് സ്പോഞ്ചും അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡും ഒന്നിൽ തന്നെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അങ്ങനെ ഇതാ സിങ്കേരിയും നല്ല ക്ലീനായി. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്കൊക്കെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ എഗ് പപ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മസാല സമൂസയിൽ നിറച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ 3 മീഡിയം സൈസിലുള്ള വലിയുള്ളിയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വഴന്ന് വന്നിക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല എല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ആ പൊടിയുടെ പച്ചമണം നല്ലോണം മാറിയിട്ട് വരണം കേട്ടോ. അതൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഇതാ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഉള്ളിയും കാര്യങ്ങളൊക്കെ നല്ലോണം വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് മസാല സെറ്റായിട്ട് വരും. ഇതാ ഞാൻ മസാലയൊക്കെ സെറ്റായിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കണം. ആ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാല ഇവിടെ റെഡി ആക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനൊരു 5 മുട്ട, ഒരു മുട്ട 4 പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിക്കണേ. പിന്നെ ഇതാ മസാല എടുത്ത് വെച്ചിരിക്കണേ. ഇനിയിപ്പോൾ സമൂസൻ്റെ ലീഫ് എടുത്തിട്ട് നമ്മൾ മുട്ട പപ്സിലൊക്കെ മസാല ഫില്ല് ചെയ്യണ പോലെ ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു മുട്ടൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ സമൂസ റോൾ ചെയ്യണ പോലെ അതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളതും കൂടിയും അതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും നമ്മൾ റോൾ ചെയ്ത് മടക്കി എടുത്തുക്കണേ. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലിട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ സമൂസയും ചായയും ഒക്കെ റെഡി ആയിക്കണേ. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ അധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.